നാളെ ആലപ്പുഴ ഒരു വിഷയത്തിന് വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ ട്രെയിൻ ഇറങ്ങി എന്നെ കാത്തു നിൽക്കുന്ന ആൾക്കാരവിടെ എത്തിയില്ല. ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വഴിയിലൊരു ബ്ലോക്കായി കുറച്ച് താമസിക്കും. ഞാൻ പറഞ്ഞു ഞാനെന്നാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല, ഞാൻ കുറച്ചങ്ങോട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ടൗണിലേക്ക് ഇങ്ങോട്ട് വരും, ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വന്നാൽ മതി. ഞാനങ്ങനെ KSRTCൻ്റെ അങ്ങോട്ട് അവിടെ എത്തി. അവിടെ ചെന്നപ്പോഴും ഞാൻ വന്നപ്പോഴും അവർ വന്നിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ചിലപ്പോൾ കാണല അങ്ങാടിയിൽ ഈ കുരങ്ങിനെ കളിപ്പിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഒരു ചങ്ങായി ഒരു കുരങ്ങിൻ്റെ ഊരമ്മൽ ഒരു ചെങ്ങലിട്ടിട്ട് ആ കുരങ്ങിന് ഒരു വടിമ കെട്ടിയിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു ഏതായാലും വെറുതെ നിൽക്കുകയല്ലേ, കുരങ്ങാണല്ലോ. ഞാൻ നിലമ്പൂർക്കാരനാണ്, എനിക്ക് കുരങ്ങിനൊരു അതിശയമുള്ളതൊന്നും അല്ല. നമ്മളെ നാട്ടിൽ കുരങ്ങും ആനയും ഒക്കെ നിറഞ്ഞു വെക്കണ ഏരിയ. അപ്പോൾ ഈ കുരങ്ങിനെങ്ങനെ കളിപ്പിക്കണത് ഞാനിങ്ങനെ നോക്കി നിന്നു. ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ നോക്കി ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ നോക്കുമ്പോൾ സഭയൊക്കെ നിറഞ്ഞ ആളുകൾ കുറേ വന്നു. പക്ഷെ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ മാത്രം ആ കുരങ്ങനെ നോക്കണേ, ബാക്കിയുള്ളവരൊക്കെ എന്നെ നോക്കണേ. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, എൻ്റെ സ്ഥിതിയും കൂടി ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. ഞാൻ മാത്രമേ ഉള്ളൂ ആരെ നോക്കണത്, കുരങ്ങനെ നോക്കണേ. ബാക്കി ഏതപ്പോൾ ഒരു ഉസ്താദ് കുരങ്ങ് കളി കാണാൻ വന്നിക്കണത്. അപ്പോൾ ഒരു ഹലാലായ കളി കാണണമെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് പ്രയാസമാണ്. പിന്നെ ഹറാമ് ചെയ്യുകയാണെങ്കിൽ എത്ര ഉണ്ടാകും? ഞാൻ പറയണത് നമ്മളൊരു ഈമാൻ വെച്ചുകൊണ്ട് നോക്കിയാൽ നമുക്ക് സ്വർഗം കിട്ടൽ വളരെ എളുപ്പമാണ്, സന്തോഷമാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ നമുക്കൊരു കള്ള് ഷാപ്പിൻ്റെ അവിടെ പോയിട്ട് കാത്തിക്കണമെങ്കിൽ ഇപ്പം എന്താണ് ആ കള്ള് ഷാപ്പിൻ്റെ പുതിയ പേര്, ഗവൺമെൻറ് അംഗീകൃത ബീവറേജ് കോർപ്പറേഷൻ്റെ ബ്രാഞ്ചുകൾ. ആ ബ്രാഞ്ചുകളിൽ ഇങ്ങനെ വരി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങൾ? എന്ത് അച്ചടക്കത്തിലാണ് നിൽക്കലെന്നറിയോ? ഓൽക്കറിയാം കുടിച്ചാൽ ഏതായാലും അച്ചടക്കം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അപ്പോൾ അവിടെ ജാതി മതമല്ല, LDF UDF ഇല്ല, അവിടെ ബാക്കിയുള്ളതിലൊക്കെ എല്ലാവരും വരിയായിട്ട് നിൽക്കുകയാണ് അല്ലേ? ആ സാധനം വാങ്ങാനും കിട്ടാനും കുടിക്കാനും അത് ഉപയോഗിക്കാനുമുള്ള ഒരു ഇടങ്ങേറ് ഒന്ന് ഓർത്തു നോക്കി. കുടിക്കണോനുണ്ട് ഇടങ്ങേറ്. നമ്മൾ വിചാരിക്കുകയാണ് കള്ള് കുടിക്കുന്ന ഒരാളും എൻ്റെ മകനും കൂടി കുടിച്ച് പഠിച്ചെങ്കിൽ എന്ന് വിചാരിക്കണില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കള്ളുടിയാനെ കണ്ടിക്കണം. ഞാനോ കള്ളുടിയാനോ അതിൻ്റെ മകനും കുടിച്ച് കിട്ടട്ടെ എന്ന് വിചാരിക്കണത്. ഓനും വിചാരിക്കണത്, മുഴുക്കുടിയാനും വിചാരിക്കണത് എൻ്റെ മകൻ ഇതിൽ പെടാതിരിക്കട്ടെ എന്നാണ് അല്ലേ? അപ്പോൾ എന്താണത്? അത് നരകം കിട്ടുന്ന കാര്യമാണ്. അത് സമ്പാദിക്കൽ അത്ര എളുപ്പമല്ല. വെള്ളം കുടിക്കുക എന്നുള്ളതോ സ്വർഗം കിട്ടുന്ന കാര്യമാണ്, സുതാര്യമാണ്. ഇവിടെ നിൽക്കണം. നമ്മൾ ഈമാന് കൊണ്ട് ചിന്തിക്കുന്നത് അവിടെ നിൽക്കണം. ഒരു സുഖമായിട്ട് ഒരു സന്തോഷമായിട്ട് ആലോചിക്കണം. സ്വർഗം കിട്ടലൊക്കെ വലിയ അടങ്ങാറാണ്, നമ്മളെ കൊണ്ടൊന്നും അതാകണതല്ല എന്ന് ചിന്തിച്ചാൽ ഓനൊക്കെ അടങ്ങാറന്നെയാണ്. അതേ സമയത്ത് സ്വർഗം കിട്ടില്ല അത്ര സന്തോഷമാണ്, അത് എളുപ്പത്തിൽ കിട്ടും. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം പറയാം. ഉസ്താദ് അത് ഇത് മാത്രമല്ലേ എന്നല്ല ഞാൻ പറയാം അല്ലേ? നമ്മളിപ്പോൾ ഞാനൊരു മുസ്ലിയാരാണ്, ഒരു വീട്ടിൽ പോയി അവിടെ നിന്ന് ദ്വാർന്നു കൊടുത്തു. അപ്പോൾ ആ ദ്വാർന്നപ്പം ആ പെരക്കാരൊരു സന്തോഷത്തിന് നമുക്കൊരു പൈസ വന്നു അല്ലേ? അൽഹംദുലില്ലാ, അത് വാങ്ങുന്നതിന് യാതൊരു പ്രയാസമില്ല. അയാൾ പൊരുത്തപ്പെട്ട് തന്നാണ്. ഇത്ര തരണമെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല, ഇത്ര കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുമില്ല. അയാൾ തന്നത് എത്രയാണെന്ന് അവിടുന്ന് എണ്ണി നോക്കിയിട്ട് കണക്ക് എഴുതണമില്ല. അയാൾ തന്നതും 100% പൊരുത്തം, നമ്മൾ വാങ്ങിയതും 100% പൊരുത്തം, അത്രയേ ഉള്ളൂ അല്ലേ? അത് വാങ്ങാൻ എത്ര ഒരു സുഖമുണ്ട്, എത്ര സുഖമുണ്ട്. അത് കച്ചവടക്കാരൻ തന്നാൽ വാങ്ങാം അല്ലേ? തങ്ങൾ തന്നാൽ മൊയ്ലാർക്ക് വാങ്ങാം, മൊയ്ലാർ കൊടുത്താൽ തങ്ങൾക്ക് വാങ്ങാം, ആർക്കും വാങ്ങാം. സുതാര്യമാണ്. എന്തുകൊണ്ട്? അതൊരു ഹദിയയാണ്, അത് പൊരുത്തപ്പെട്ടത്, ആ സ്വർഗം കിട്ടുന്ന കാര്യമാണ്. അത്ര പൈസ ഒരാളെ പോക്കറ്റിൽ നിന്ന് കക്കണമെങ്കിലോ? ആ തന്ന കവർ ഒരു 5000 ഉണ്ടാകുമെന്ന് കരുതിക്കോളിങ്ങൾ. കൂറ്റമ്പാറസ്ഥാന് കൊടുക്കണമല്ലേ, അത്ര ചെറുതായി കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് അയാൾ വിചാരിച്ചെന്ന് വിചാരിക്കാം അല്ലേ? അപ്പോൾ ഒരു 5000 ഉണ്ടാകും എന്ന് വിചാരിച്ചോളിങ്ങൾ. ആ 5000 മറ്റൊരാളെ പോക്കറ്റിൽ നിന്ന് കക്കണമെങ്കിൽ എത്ര ഗതിയാടണം? ആദ്യം പറഞ്ഞത് സ്വർഗം കിട്ടുന്ന കാര്യമാണ്, സുതാര്യമാണ്. രണ്ടാമത് പറഞ്ഞത് നരകം കിട്ടുന്ന കാര്യം വലിയ അടങ്ങാറാണ്, നല്ല അടങ്ങാറ് തന്നെയാണ്. ഇവിടെ നിങ്ങൾ ഏത് പറഞ്ഞാലും മുഅ്മിനീങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അള്ളാഹു നമ്മൾ ഒരു രസകരമായിട്ട് നിൽക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളും തമ്മിലൊരു സുഖകരമായിട്ട് നിൽക്കണം. സ്വർഗവും നമ്മളുമായിട്ടൊരു സന്തോഷിച്ച് നിൽക്കണം. നമ്മളതിന് സ്വർഗം കിട്ടണമെങ്കിലൊന്നും അത്ര എളുപ്പമല്ല, എനിക്കൊന്നും അത് കിട്ടൂല എന്ന് വിചാരിച്ചുകൊണ്ട് നിന്നാൽ എന്തു ചെയ്യും? അതാണ് നമുക്ക് പറ്റിയ പിശക് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സിനെ ഒന്ന് തുറക്കുക, മനസ്സിനെ ഒന്ന് നല്ല പോലെ തുറക്കുക. നമ്മൾ ശരീരത്തെ കണ്ടുങ്ങാണ്ട് മനസ്സിനെ മനസ്സിലാക്കരുത്. നമ്മൾ ഈ ഔലിയാക്കന്മാരെ, മഹാന്മാരെ, അവരൊക്കെ നിഷേധിക്കുന്ന ആൾക്കാരൊക്കെ ശരീരത്തെ മാത്രമാണ് പഠിച്ചത്. അതൊരു വീഴ്ചയാണ്.
നമ്മളെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു മൺപാത്രമാണ് അല്ലേ? ശരീരം എന്താണ്? ഒരു മൺപാത്രമാണ്, മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും. അപ്പോൾ ശരീരത്തിൻ്റെ ബാഹ്യമായ അവയവം ഇതൊരു മൺപാത്രമാണ്. ഈ മൺപാത്രത്തിൻ്റെ വലിപ്പത്തിനും ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. അതിൻ്റെ അപ്പുറം അത് വളരൂല. ഉണ്ടോ? നമ്മളിപ്പോൾ ഇനി 90 വയസ്സായി എന്ന് വിചാരിച്ചിട്ട് മൂക്ക് ഇങ്ങനെ വലുതായിട്ട് പോകാനും അതിന് വലുതായി വരുമോ? ഇല്ല, ഇതെന്നും ഈ വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളെ കണ്ണ് 110 വയസ്സായാലും തീവണ്ടിൻ്റെ മാതിരി ഇനി വലിയ ലേറ്റ് ആവില്ല, അത് തന്നെ ഉണ്ടാവുള്ളൂ. ഉണ്ടോ? നമ്മളെ വായി കീറിയത് ഇതേ വലുപ്പത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇന്നാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ ഉരുളങ്ങനെ ഉരുട്ടിനുണ്ടപ്പം അടുത്തിരിക്കുന്ന ആൾ ചോദിച്ചത് തലയിൽ വെക്കാനാണോ എന്ന് ചോദിച്ചു. അതിന് അത്ര വലിയത് ഉരുട്ടേണ്ട കാര്യമില്ലല്ലോ, ആവശ്യത്തിന് തന്നെ നോക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊരു മൺപാത്രമാണ്. ഒരു കൂജ വെള്ളത്തിൽ 1 ലിറ്ററിൻ്റെ കൂജയാണെങ്കിൽ 1 ലിറ്റർ തന്നെ കൊള്ളുള്ളൂ. അതിന് പിന്നെ 10 ലിറ്റർ ഒഴിച്ചാൽ കൊള്ളൂ. ശരീരം ഒരു മൺപാത്രമാണ്. പക്ഷെ എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിധിയുണ്ട്. അതേതാ? അത് രണ്ടിനെയും അള്ളാഹു വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് മനുഷ്യൻ്റെ ഉത്ഭവം? ഹൽ അത അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകും ഷൈഅൻ മദ്കൂറ. ഒരു പറയപ്പെടാത്ത ഒരവസ്ഥയല്ല ശരീരത്തിൻ്റെ ആദ്യകാലം. അതേ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച നിധിയെപ്പറ്റി അള്ളാഹ് പറഞ്ഞതെന്താ? ഒരു റൂഹു മിൻ അംരി റബ്ബി. ഇതിൻ്റെ ഉള്ളിലൊരു നിധി സൂക്ഷിച്ചിട്ടുണ്ട്. ആ നിധിക്കാണ് വില. അതിനെ നമ്മൾ ആരും അളന്നും തൂക്കിയും എണ്ണിയും കണക്കാക്കാൻ പറ്റിയതല്ല ഉള്ളിലെ റൂഹിൻ്റെ നിധി. റൂഹ് എന്നൊരു വലിയ ഭാഗം നമ്മളെ ശരീരത്തിലുണ്ട്. പക്ഷെ നമ്മളൊക്കെ ശരീരത്തിനാണ് ഇപ്പോൾ നോക്കിയത്. അത് നമ്മളൊരു അറിവ് കുറവാണ്, നമ്മളൊരു ചിന്ത കുറവാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ അത്ര വിവരമില്ലാത്ത ആൾക്കാർ ഒരു നല്ല സാധനം വാങ്ങിയാൽ അതിൻ്റെ പാത്രം എനിക്ക് തരണം കേട്ടോ എന്ന് പറയും. അത് ഒഴിവായാൽ ആ കൂട് എനിക്ക് തരേണ്ടി എന്ന് പറയും. ഏതിനാണ് നോക്കിയത്? ഇതിനെ കൂടാ നോക്കിയത്. നല്ല അത്തറ് വാങ്ങി, നമ്മൾ നല്ല അത്തറ് വാങ്ങിയാൽ അതിൻ്റെ കുപ്പി നല്ല രസം ഉണ്ടാവും അല്ലേ? നല്ല അത്തറ് വാങ്ങണം കേട്ടോ. ഏതെങ്കിലും പീടിയിൽ പോയി കൈ കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ നാളെ ഒരു പീടിയിൽ കത്തറിന് കൈ കാണിച്ച് ഒരാൾ ഇവിടെ നിന്ന് തേച്ചു, വേറൊന്ന് രണ്ടാമത് ഇവിടെ തന്നെ തേച്ചു, മൂന്നാമത് ഇവിടെ കുറച്ച് നേടിച്ച്, മൂന്നാമത് തേച്ചപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു ഇത് വേദനയ്ക്ക് തേക്കണതാണോ എന്ന് ചോദിച്ചു. കാരണം എന്തെങ്കിലും ഒരു സ്മെല്ല് വരണ്ടേ. ഇങ്ങനത്തെ അത്തറ്, നല്ല അത്തറ് വാങ്ങാണിച്ചാൽ അതെങ്ങനെയുണ്ടാവും? അതിൻ്റെ പാത്രം തന്നെ നല്ല രസം ഉണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നത്? അത് കഴിഞ്ഞാൽ പാത്രം എനിക്ക് തരണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനത്തെ അല്ല പോലും നോക്കിയത്. ഏതാ നോക്കിയത്? പാത്രമാണ് നോക്കിയത്. എന്ന പോലെ നമ്മളെ ശരീരത്തെ നോക്കിയത്. ഇതിൻ്റെ ഉള്ളിലുള്ള അത്തറ് നോക്കിയിട്ടില്ല നമ്മൾ. അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. ഒരു റൂഹ് മിൻ അംരി റബ്ബി. നമ്മുടെ ഉള്ളിലൊരു നിധി അള്ളാഹ് സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്നുകൊണ്ട് ചിന്തിച്ചു നോക്കി നിങ്ങൾ. അത് ശരീരം പോലെയല്ല. ശരീരത്തിൻ്റെ ഇതിനൊക്കെ ഒരു വലിപ്പമുണ്ട്, ഇതിനൊരു പാകമുണ്ട്. ആത്മാവോ? ആത്മാവിൻ്റെ ലോകം. ഒരു ചെറിയ ഉദാഹരണം പറയാം. കൊയിലാണ്ടി ഒരു മുനിസിപ്പാലിറ്റി അല്ലേ? കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ഇങ്ങനെ അത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് വെച്ച് നോക്കാണ്. കൊയിലാണ്ടി ബാഫക്കെ സാദാത്യങ്ങളെല്ലാം ഹയാത്തിലും മൗത്തിലും താമസിക്കുന്ന ഈ ഏരിയ ഒന്നായിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ നമ്മളെ ബദരിയ മദ്രസ പണ്ടേ ഉള്ള അല്ലേ? അതിൻ്റെ അപ്പുറത്തൊരു പള്ളീൻ്റെ മുഹീദ്ദീൻ പള്ളി അല്ലേ? അപ്പുറത്തെ ജുമാഅത്ത് പള്ളി. അങ്ങനെയാണ് പോയാൽ നമ്മളെ വിശാലമായ ഖബർസ്ഥാൻ, അതിൻ്റെ ആഖിറിൽ വേറൊരു പള്ളി അല്ലേ? അങ്ങനെയാണ് തുടങ്ങിയിട്ട് കൊയിലാണ്ടി പട്ടണം ഒന്നിച്ച് നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് വെച്ചോക്കാണ്. ഇനി ഹൃദയത്തിൽ സ്ഥലമുണ്ടോ ബാക്കി? കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ആണോ വലുത്? നമ്മളെ മനസ്സാണോ? നമ്മളെ മനസ്സാണ്. ഇനി നമുക്ക് കോഴിക്കോട്ടേക്കൊന്ന് പോയി നോക്കാം അല്ലേ? അള്ളാഹു റബ്ബി, കോഴിക്കോട് ഇപ്പോൾ റോഡൊക്കെയാണ് വിശാലമാക്കിയിട്ട് ടൗൺ ഒന്നായിട്ട് കടപ്പുറത്ത് കൂടെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഹൈവേ കൂടെ ഇങ്ങനെ അങ്ങോട്ട് അങ്ങനത്തെ ഹാള് ഇങ്ങനത്തെ ഹാള് ആ മാള് ഈ ടൗൺ ഹാള് മറ്റേ ഹാള് കോഴിക്കോട് കോർപ്പറേഷൻ ഒന്നിച്ച് എടുത്തിട്ട് നമ്മളെ ഹൃദയത്തിൽ നിന്ന് വെച്ച് നോക്കാൻ. കോർപ്പറേഷനാണോ വലുത്? നമ്മളെ ഹൃദയമാണോ വലുത്? ഏതാ വലുത്? നമ്മൾ ആലോചിച്ച് നോക്കണം ഏതാ വലുത്. ഞാൻ ഒരു വയല് പറയല്ല, നമ്മൾ തമ്മിലൊരു ചർച്ചയാണെന്ന് ഞാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഏതാ വലുത്? അപ്പം നമ്മെപ്പറ്റി ഇവിടെയാണ് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തി യബ്ന ആദം അന്ത അഅജബു മിമ്മ അഅജബക്. ലോകത്ത് എന്തെല്ലാം നിങ്ങൾ അത്ഭുതപ്പെടുത്തിയാലും അതിനേക്കാളൊക്കെ അത്ഭുതകരമായ സൃഷ്ടിപ്പ് മനുഷ്യരായ നമ്മളാണ്. എല്ലാറ്റിനേക്കാളും അത്ഭുത സൃഷ്ടിപ്പ് നമ്മളാണ്. നമ്മെപ്പറ്റി നമുക്ക് അറിയാൻ സാധിക്കണം. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റേത് എങ്ങനെയാണ്? നമ്മളിൽ വെച്ചിരിക്കുന്ന റൂഹും നമ്മുടെ ഉള്ളും അതിങ്ങനെയാണ് നോക്കിയാൽ എത്രയാണ് അതിൻ്റെ വണ്ണ വലിപ്പം? നമുക്ക് കണക്കാക്കാൻ പറ്റിയതാണോ?
എത്ര വലിയതാണെങ്കിലും അതിനേക്കാളൊക്കെ വലുതാണ് യബ്ന ആദം അൻത അഅജബു മിമ്മാ അഅജബക്. ലോകത്ത് എന്തെല്ലാം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും അതിനേക്കാൾ അത്ഭുതം ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ ആ അത്ഭുത ലോകം അല്ലേ? നമ്മളിപ്പോൾ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അത്ഭുതം പറയുമ്പോൾ, റിഫായി ഷേഖ് തങ്ങളുടെ അത്ഭുതം പറയുമ്പോൾ, മഹാന്മാരുടെ അത്ഭുതം പറയുമ്പോൾ അത് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ അപ്പോൾ സംശയിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ശരീരത്തിനെ പറ്റി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ ഏതിനെപ്പറ്റി പഠിച്ചില്ല? ആത്മീയ ലോകത്തെപ്പറ്റി പഠിച്ചില്ല. ഇവിടെയാണ് അഹ്ലു ബൈത്തും ആലിമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഒന്നെൻ്റെ അഹ്ലു ബൈത്താണ്, രണ്ടാമത്തേത് ഏതാണ്? എൻ്റെ കിതാബും സുന്നത്തുമാണ്. ഈ കിതാബ് സുന്നത്ത് ജനങ്ങൾക്ക് തിരിയാണെങ്കിൽ ഇത് പഠിച്ച ആളുമാണ്. അപ്പോൾ ആലിമ് സയ്യിദ് ഈ രണ്ട് വിഭാഗം എത്ര ചെറുതായാലും എത്ര വലുതായാലും, അത് ആണായാലും പെണ്ണായാലും, ഈ രണ്ട് കൂട്ടരും നമ്മുടെ അസ്തിത്വത്തെ നാം നിലനിർത്തണം, നമ്മുടെ വ്യക്തിത്വത്തെ നാം നിലനിർത്തണം, നമ്മുടെ ആത്മശുദ്ധിയെ നമ്മൾ നിലനിർത്തണം, നമ്മുടെ പരിശുദ്ധിയെ നാം കാത്തു സൂക്ഷിക്കണം. അപ്പോഴാണ് സമൂഹത്തിന് അഹ്ലു ബൈത്ത് കപ്പലാകുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു ഉമ്മയും മോനും വന്നു. ആ ഉമ്മയും മോനും വന്നപ്പോൾ ഹിജറയുടെ 2-ാം വർഷമാണ്. അപ്പോൾ ബദർ സമരക്കളത്തിലേക്ക് പോകേണ്ട ചർച്ചകളും ഒരുക്കങ്ങളുമൊക്കെ തകൃതിയായി നിൽക്കുന്ന സമയമാണ്. ചരിത്ര ഗ്രന്ഥം അവിടെ പറയുന്നത് അംവാജുൽ ബദർ എന്ന ബദറിൻ്റെ തിരമാല ആ ഒരു സമയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ സമര രണാങ്കണത്തിലേക്ക് പോകാനുള്ള ആളുകളെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. ബദർ യുദ്ധം എന്ന പ്രയോഗം ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. യുദ്ധം എന്നതല്ല ഇനി അങ്ങോട്ട് നമ്മൾ പ്രയോഗിക്കേണ്ടത്. നേരത്തെയും അങ്ങനെ ഇടക്കാലത്ത് കയറി വന്നതാണ് ബദർ യുദ്ധം, ബദർ പട, ബദർ കിസ്സ, അതാണല്ലോ പഴയത് അല്ലേ? ബദർ കിസ്സപ്പാട്ട്, ബദർ പടപ്പാട്ട് അല്ലേ? പട എന്ന് പറഞ്ഞത് ഒരു സമരമാണ്. അത് എല്ലാ ഭരണഘടനയും അനുവദിക്കണതാണ് അല്ലേ? നമ്മളൊക്കെ ജനിച്ചപ്പോൾ തന്നെ സമരം ചെയ്യാൻ പഠിച്ചുകൊണ്ടാണല്ലോ ജനിച്ചത് അല്ലേ? 10 മാസം ഗർഭം ചുമന്ന ഒരു ഉമ്മ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കരഞ്ഞാൽ ഉമ്മാക്ക് മനസ്സിലാവും. ഒരു കരച്ചിലിങ്ങനെ കേട്ടാൽ അതൊരു സമരമാണ്. അപ്പം ഉമ്മാക്ക് മനസ്സിലാകും കുട്ടിക്ക് അമ്മിഞ്ഞ പാല് കുടിക്കണം. മനസ്സിലാകുമല്ലേ? കുറച്ചുകൂടി കഴിഞ്ഞ് കുട്ടിയുടെ കരച്ചിലിൻ്റെ ഒരു സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അത് ഉമ്മാക്ക് മനസ്സിലാവും. നമ്മൾ വാപ്പാർക്ക് തീരാത്തത് കാര്യമല്ല, അത് ഉമ്മാക്ക് മനസ്സിലാവും. കരച്ചിലിൻ്റെ ട്യൂണൊന്ന് മാറിയാൽ അപ്പം ഉമ്മാക്ക് മനസ്സിലാവും കുട്ടിക്ക് മൂത്രം വയ്ക്കാനയക്കണേ. 10 മാസം തികഞ്ഞ് പ്രസവിക്കണം കേട്ടോ. ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ കേസല്ല ഞാൻ പറഞ്ഞത്, അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തികഞ്ഞ് പ്രസവിക്കുന്ന കുട്ടീനുണ്ടല്ലോ, ഉമ്മ മോനേന്ന് വിളിച്ചാൽ ചുണ്ട് കൂടുമ്പോഴേക്ക് കുട്ടി കാൽക്കലെത്തും. മോളേന്ന് വിളിച്ചാൽ ചുണ്ട് കൂടുമ്പോഴേക്ക് കുട്ടി ഇവിടെ എത്തും. ഇപ്പോഴത്തെ ഈ പുതിയ ഓപ്പറേഷൻ രീതിയിലുള്ള ധൃതി കാണിച്ചതുണ്ടല്ലോ, മോളേന്ന് വിളിച്ചാൽ ഓള് ദൂരെ നിന്ന് എന്ന് പറയും. വരണമെങ്കിൽ വേറെ വിളിക്കേണ്ടി വരും. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, മനഃശാസ്ത്രം മുഴുവനും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം കഴിയുന്നത്ര ഗർഭം പൂർത്തിയാക്കുക. ഇപ്പം നമ്മൾ 10-ാം തീയതി പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ 1-ാം തീയതി തന്നെ കൊണ്ടുപോകുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ സമയമാകുമ്പോൾ അത് നടന്നോളും. നമ്മൾ ബേജാറാകേണ്ട വിഷയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ആ ബദറിൻ്റെ തിരമാല, അവിടെ ഞാൻ പറഞ്ഞത് ഒരു സമരം. കുട്ടി 2ാമത് കരച്ചിൻ്റെ ഒരു ട്യൂൺ ഇങ്ങനെ മാറിയ അമ്മക്ക് മനസ്സിലാകും കുട്ടിക്ക് മൂത്രം വയ്ക്കാനേക്കണ്. കുട്ടി നോക്കുമ്പോൾ വേറൊരു കരച്ചിൽ, ഒരു നിർത്താത്തൊരു കരച്ചിൽ. അങ്ങനെ ഉണ്ടല്ലോ, ചിങ്ങമാസത്തിന് മഴ പെയ്യണ മാതിരി കുട്ടി ഇങ്ങനെ നിർത്താതെ ഹീ 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 എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാക്ക് മനസ്സിലാകും കുട്ടിക്ക് വയറുവേദന ഉണ്ട്, പാൽക്കായം കൊടുക്കണം. ഇതൊരു സമരമാണ്. ഈ സമരത്തിലൂടെ പോകുക എന്നുള്ളത് എല്ലാ രാജ്യവും എല്ലാ ഭരണഘടനയും ഒക്കെ സമരം അനുവദിക്കും. യുദ്ധം അങ്ങനെയല്ല. അപ്പോൾ ബദർ എന്നതൊരു സമരമാണ്, പ്രതിരോധ സമരം. അതാണ് ബദർ കിസ്സ, ബദർ പട, ബദർ യുദ്ധം എന്ന് ഒരു കിസ്സപ്പാട്ടിലും എഴുതിയിട്ടില്ലല്ലോ. ഒക്കെ എങ്ങനെ എഴുതിയത്? ബദർ പട. അപ്പോൾ ബദർ പട നയിക്കുന്ന ആ വല്ലാത്തൊരു സമയം. അപ്പോൾ ഒരു ഉമ്മ മോനെയും കൂട്ടി വന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, മുത്തുനബിക്ക് സലാം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ ഒന്നിങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ മോന്, 13 വയസ്സ് ആ കുട്ടിക്ക് അന്ന് തികഞ്ഞിട്ടില്ല. 13 വയസ്സ് തികഞ്ഞിട്ടില്ല. അപ്പോൾ ആ കുട്ടി മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ തങ്ങളോടൊപ്പം ചേരാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ബദർ സമര പന്തലിലേക്ക് പോകുന്ന കൂട്ടത്തിൽ എന്നെയും ചേർക്കണം. നബിതങ്ങൾ ഒന്നുകൂടി നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്. നബിതങ്ങൾ തൻ്റെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ കുട്ടിയുടെ ചുമലിൽ ഒന്നിങ്ങനെ മുട്ടി.
നബി തങ്ങൾ ആ മുട്ടലെന്താ ഓനൊന്ന് സന്തോഷിപ്പിച്ചതാണ്. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു ഉമ്മ വാപ്പയൊക്കെ മക്കൾ ഇനി ഇഷ്ടപ്പെടാത്തത് ചോദിച്ചാലും, മക്കൾ നമ്മൾ ഗൗരവമുള്ളത് ചോദിച്ചാലും അല്ലെങ്കിലും മക്കളോട് മറുപടി പറയുമ്പോൾ ഒന്ന് കയ്യിലെടുത്തിട്ട് പറയണം. കുട്ടികളെ നമ്മളൊന്ന് കയ്യിലെടുത്തിട്ട് പറയണം, നീ ഉണ്ടായിരുന്ന അതൊന്നും ഇപ്പോൾ ഇവിടെ നടക്കൂല എന്ന രൂപത്തിൽ ഒരു ഉമ്മയും ബാപ്പയും മക്കളോട് പ്രതികരിക്കരുത്. മറിച്ച് ഒന്ന് കയ്യിലെടുത്ത് ഒന്ന് റസൂലുള്ളാഹി തങ്ങളെ അടുത്ത് വിളിച്ചൊന്ന് ചുമലിലൊക്കെ ഒന്ന് മുട്ടിയൊന്ന് സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ സമരം കുറച്ച് ഗൗരവമുള്ളതാണ്, അതുകൊണ്ട് മോന് പട്ടാളക്കാരിലേക്ക് ചേരാൻ പ്രായമായിട്ടില്ല, അതുകൊണ്ട് പിന്നെ ആവാം. നബി നിങ്ങൾ സന്തോഷം ആ കുട്ടിയെ തിരിച്ചയക്കാൻ തീരുമാനിച്ചു. ഉമ്മയുടെ കയ്യും പിടിച്ച് അവിടുന്ന് ഇറങ്ങിയ മോനെ പുറത്തിറങ്ങിയിട്ട് പോകുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിനൊരു സമാധാനമില്ല. കാരണം മുത്ത് റസൂലുള്ളാഹിയുടെ കൂടെ നിൽക്കാനും കൂടെ ചേരാനും അവിടുത്തെ ഒപ്പം നിൽക്കാനും തീരുമാനിച്ചു വന്ന കുട്ടിയാണ്. സാധിക്കാത്തപ്പോൾ ആ കുട്ടി 94-78 വാഗനർ ടൗൺ ഹാളിൻ്റെ മുൻവശത്താണ് പാർക്ക് ചെയ്തത്. അന്ന് മാറ്റി പാർക്ക് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞു. ചാവിൻ്റെ അതിൻ്റെ ചാവി വാങ്ങിയിട്ട് ആരെങ്കിലും ഇട്ടുകൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ആ കുട്ടി തിരിച്ചു പോകുമ്പോഴേ പ്രയാസപ്പെട്ടു, മനസ്സുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചു. കുട്ടി തീരുമാനിച്ചത് എന്തിനാണ്? മുത്തനബിയുടെ കൂടെ നിൽക്കാനാണ്. പക്ഷെ അത് സാധിക്കാത്തപ്പോൾ മനസ്സ് വിഷമിച്ചു. വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞു. കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ എനിക്ക് റബ്ബിയുടെ കൂടെ കൂടണം, എന്ത് വേണം. കുറേ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് നല്ലൊരു ആലോചന വന്നു. നേരെ ഉമ്മാൻ്റെ അടുത്ത് വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഉമ്മ നമുക്കൊന്നും കൂടി റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നമ്മളെ തിരിച്ചയച്ചതല്ലേ റസൂലുള്ളാഹി, ഇനിയിപ്പോൾ പോയിട്ടെന്താ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഉമ്മ അതല്ല, വേറൊരു വിഷയമുണ്ട്. അതെന്താ മോനെ? അത് യുദ്ധത്തിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുമ്പോഴാണ്, സമരപന്തലിലേക്ക് പോകാനാണ് ഇതൊക്കെ. ഞാൻ ഉദ്ദേശിക്കുന്നത് മുത്തുനബിയുടെ കൂടെ ചേർന്ന് പഠിക്കാനാണ്, അവിടെ ഒരു വിദ്യാർത്ഥിയായി ഒരു മുത്തഅല്ലിമായി ചേരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉമ്മാക്ക് സന്തോഷമായി. ഉമ്മ ആങ്ങളമാരൊക്കെ വിവരം അറിയിച്ചു. അവരൊക്കെ ചേർന്ന് ഈ കുട്ടിയെയും കൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ല, മുത്തുനബിയുടെ സന്നിധിയിലേക്ക് റസൂലുള്ളാഹിൻ്റെ അടുക്കലെത്തിയിട്ട് ആ കുട്ടി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബി തങ്ങൾ നോക്കുമ്പോൾ നേരത്തെ വന്ന കുട്ടിയാണ്. അപ്പം ആ കുട്ടിയുടെ കൂടെ പോയിരിക്കുന്ന അമ്മാമ്മമാർ അവരൊക്കെ ചേർന്ന് പറഞ്ഞു, നബിയെ ഞങ്ങളെ മോനെ ഞങ്ങളിവിടെ പഠിക്കാൻ വേണ്ടി ചേർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീന അക്കാദമി, നമ്മുടെ ഭാഷയിൽ നമുക്ക് പറയാം പുതിയതായിട്ട്, അല്ലെങ്കിൽ മദീന യൂണിവേഴ്സിറ്റി, മദീന സർവകലാശാല, അവിടെ ചേർക്കാൻ വേണ്ടി തീരുമാനിക്കാം. അപ്പോൾ ആ കുട്ടിയെ ചേർക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ ചേർക്കാൻ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അതിപ്പോൾ ആരായാലും ഉണ്ടാവും. നബി തങ്ങൾ ആ ഇൻ്റർവ്യൂവിന് ആവശ്യമായ ഒരു നോട്ടങ്ങനെ നോക്കുമ്പോൾ ഉമ്മ പെട്ടെന്ന് പറഞ്ഞു, നബിയെ എൻ്റെ മോനിക്ക് ഖുർആനിലെ 17 സൂറത്ത് ഓതാനറിയാം. ഹിജ്റയുടെ 2-ാം വർഷമാണ്, നബി തങ്ങൾ മദീനത്തെത്തിയ 2-ാമത്തെ വർഷമാണ്. 17 സൂറത്ത് ഓതാനറിയാം. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, കമാ ഉൻസിലത്ത് അലൈക്കൽ ഖുർആനു, അല്ലാഹു തആല ഖുർആൻ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇറക്കി തന്നത്, നിങ്ങൾ എങ്ങനെയാണോ ഓതിക്കൊടുത്തത്, അതേപോലെ ഓതാൻ എൻ്റെ കുട്ടിക്ക് അറിയാമെന്നു. അപ്പോൾ സ്വഹാബാക്കൾക്കൊക്കെ അതൊരു അത്ഭുതമായി. അന്നത്തെ സമയമാണല്ലോ. അപ്പോൾ അവിടെ സഭയിലിരിക്കുന്ന അടുത്ത വലിയ ആളുകൾക്ക് പോലും ചിലപ്പോൾ അത് അറിയാത്ത അവസ്ഥയിലേക്ക്, അങ്ങനത്തെ സമയം. അപ്പോൾ ആ കുട്ടിയോട് ഓതാൻ പറഞ്ഞു. വലിയ സ്വഹാബാക്കളെ മുമ്പിൽ ആ ചെറിയ കുട്ടി അങ്ങോട്ട് ഓതാൻ തുടങ്ങി. യാ റബ്ബ്, സ്വഹാബാക്കൾ പറയാണ്, ആ കുട്ടി ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ആകാശത്ത് ഉദിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ കാണുന്നത് പോലെ കുട്ടിയുടെ ചുണ്ടിൽ നിന്ന് ഖുർആനിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഉതിർന്നു വീഴുന്നത് അത്ര പ്രകാശപൂരിതമായ രീതിയിലാണ്. 17 സൂറത്ത് ഓതിക്കഴിഞ്ഞപ്പോൾ സ്വഹാബാക്കൾ നബി അത്ഭുതപ്പെട്ടു. അപ്പം ആ ഉമ്മ പറഞ്ഞു, നബി എൻ്റെ മോനിക്ക് എഴുതാനും അറിയാമെന്നു. എൻ്റെ മോനിക്ക് എഴുതാൻ, അത് അന്നത്തെ അപൂർവം അറിവാണ്. അന്ന് എഴുതാൻ അറിയുന്ന ആളുകൾ വളരെ കുറവാണ്. അറബികളായതുകൊണ്ട് സംസാരം അറിയുന്നവരുണ്ടെങ്കിൽ പോലും എഴുത്തറിയുന്നവർ കുറവാണ്. ഉമ്മ പറഞ്ഞു, എൻ്റെ മോനിക്ക് എഴുതാനും അറിയാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിച്ചു. എന്താ കയ്യക്ഷരം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അച്ചടിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടിയെ പഠിതാവായി അവിടെ ചേർത്തിട്ട് പറഞ്ഞു, മോനെ തഅല്ലം ലീ ലുഗത്തൽ ഇഞ്ചീൽ,
നീ ഇഞ്ചീലിൻ്റെ ഭാഷ പഠിക്കണം. എന്നെ വിചാരിച്ചിട്ട് നീ ഇഞ്ചീലിൻ്റെ ഭാഷ പഠിക്കണം. എന്താ കാരണം? റസൂലുള്ളാഹി തങ്ങൾ ഇസ്ലാമിക് ഒരു സൊസൈറ്റിയായി, മദീന ഒരു ഇസ്ലാമിക് സൊസൈറ്റി ആയിട്ട് വരാൻ പോവാണ്. ആ സൊസൈറ്റിയിലേക്ക് ഇപ്പോൾ ആര് വരുന്നുണ്ട്? പുറം രാജ്യത്ത് നിന്ന് ഷഹാദത്തി കലിമ ചൊല്ലാനും മുത്തുനബിയെ കാണാനും ഇസ്ലാം മതം സ്വീകരിക്കാനും ആള് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ വരുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ എന്തറിയണം? ഭാഷ അറിയണം. അന്നത്തെ ഏറ്റവും വലിയ ഒരു വിഭാഗം ആരാണ്? ഇഞ്ചീലിൻ്റെ ഭാഷയായ സുരിയാനി സംസാരിക്കുന്നവരാണ്. നബി തങ്ങളത് പറഞ്ഞപ്പോൾ ആ കുട്ടി ഒറ്റ ആഴ്ച കൊണ്ട് ഇഞ്ചീലിൻ്റെ ഭാഷ മുഴുവനും പഠിച്ചു. എഴുതാനും വായിച്ചു, സംസാരിക്കാനും പഠിച്ചു. റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പം നബി തങ്ങൾ പറഞ്ഞു, നീ തൗറാത്തിൻ്റെ ഭാഷ പഠിക്കണം. രണ്ടാമത്തെ ആഴ്ചയിൽ ആ കുട്ടി തൗറാത്തിൻ്റെ ഭാഷയും പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിൽ ഇഞ്ചീലിൻ്റെ ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും, തൗറാത്തിൻ്റെ ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും, ഖുർആനിൻ്റെ ഭാഷ എഴുതാനും വായിക്കാനും അതേപോലെ തന്നെ സംസാരിക്കാനും. അതിൽ ഖുർആൻ അവതരിച്ചിരിക്കുന്ന ആളുകളാരാ? അറബികളാണ്. അറബികൾക്ക് ഖുർആൻ പിന്നെ ഓതി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? ഇവർക്ക് അറബി വായിക്കാനേ അറിയുള്ളൂ. അതെങ്ങനെ വായിക്കാം? അറബി എഴുതി അലിഫ് ലാം മീം റ അതവിടെ എഴുതിക്കണ്ട അലമറ എന്ന് വായിക്കാൻ ഇവർക്ക് അറിയാം, അല്ലേ? അലിഫും ലാമും മീമും എഴുതി അലമറ എന്ന് വായിക്കാൻ ഇവർക്ക് അറിയാം. അലിഫ് ലാം മീം റ അത് ആര് ഓതി കൊടുക്കണം? അത് ഉസ്താദ് ഓതി കൊടുക്കുക തന്നെ വേണം. അലിഫും ലാമും മീമും സാധു എഴുതി അലമസ എന്ന് വായിക്കാൻ അറബിക്കറിയാം, അലമസ എന്ന് വായിക്കാൻ. പക്ഷെ അലിഫ് ലാം മീം സ്വാദ്, ഇവിടെ നമ്മൾ സ്വാദ് എന്നാണ് പറയുന്നത്. അവിടെയോ? അവിടെ അലിഫ് ലാം മീം റ അങ്ങനെ എന്ന് വെക്കണില്ല. ഇത് വേർതിരിച്ച് ഓതണമെങ്കിൽ ജിബ്രീൽ ഓതിക്കൊടുത്തു, റസൂലുള്ളാഹി ഓതിക്കൊടുത്തു, സ്വഹാബാക്കൾ ഓതിക്കൊടുത്തു. ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ 3 ഭാഷയിൽ ആ കുട്ടിയുടെ കഴിവ് തെളിയിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന യൂണിവേഴ്സിറ്റിയിൽ മുത്തുനബിയെടുത്ത് പഠിക്കാൻ ആ കുട്ടിയെ ചേർത്തു. 1 വർഷം കൊണ്ട് തന്നെ അപൂർവമായ കഴിവ് തെളിയിച്ചു കൂട്ടി, അപൂർവമായ കഴിവ് തെളിയിച്ചു. അപ്പം നബി തങ്ങൾ ലോകത്ത് ഒരു മുസ്ലിമിന് മാത്രം കിട്ടിയ ഒരു പദവിയാണ് ആ കുട്ടിക്ക് കൊടുത്തത്. സ്വഹാബാക്കളെ കൂട്ടത്തിലും ഔലിയാക്കളെ കൂട്ടത്തിലും എല്ലാം ഒറ്റ ആൾക്ക് മാത്രം കിട്ടിയ പദവി. അതെന്താ? നബി തങ്ങൾ പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഖുർആൻ്റെ ആയത്താണ് ഓതിക്കൊടുത്താൽ ആദ്യം ഓതിക്കൊടുക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആ കുട്ടി. അവർക്കൊരു പദവി കൊടുത്തു, കാത്തിബുൽ വഹയ്, വഹയ് എഴുതി വെക്കുക. ഇന്ന് ലോകം മുഴുവനും ഓതുന്ന ഖുർആൻ ആ സ്വഹാബിയെ കൊണ്ട് എഴുതിയതാ. ഏതാണ് ആ കുട്ടി? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പല ആളുകളും പല വിഷയങ്ങളും ചോദിച്ചു വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യമാണോ അറിയേണ്ടത്? എന്നാൽ സയ്യിദ് ഇബ്നു സാബിത്തിനോട് ചോദിച്ചോളൂ. ആ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി കൂടിയ കമ്മിറ്റി അംഗങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണ്. അങ്ങനത്തെ മഹാന. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ആ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു ജനാസ നിസ്കാരത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ മദീനത്തെ പള്ളിയിൽ, അപ്പോഴേ കുറച്ച് പ്രായമായിട്ടുണ്ട് മദീനത്തെ പള്ളിയിൽ. അപ്പോൾ അവിടെ ജനാസ നിസ്കരിക്കാൻ വന്ന കൂട്ടത്തിൽ ആരുണ്ട്? മറ്റൊരു ഖുർആൻ പണ്ഡിതനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതേപോലെ യോഗ്യതയുള്ള മറ്റൊരു വലിയ മഹാന. അപ്പോൾ ജനാസ സംസ്കാരം കഴിഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാ? അഹ്ലു ബൈത്തിൽപ്പെട്ട മുത്തുനബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട വലിയ മഹാന, അല്ലേ? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആരാ? മുത്തുനബിയിൽ നിന്ന് ഖുർആൻ പഠിച്ച വലിയ പണ്ഡിതന. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ജനാസ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ മുന്നിൽ പോയിട്ട് മൂപ്പർക്ക് യാത്ര ചെയ്യാനുള്ള വാഹനമുണ്ട് അവിടെ. അപ്പോൾ ആ വാഹനത്തെ കെട്ടിയിട്ടിരിക്കുന്ന അവിടുന്ന് വാഹനം അഴിച്ചിട്ട് ഇങ്ങനെ പള്ളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇത് കണ്ടുകൊണ്ടാണ് ആര് വരുന്നത്? സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ. സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇബ്നു അബ്ബാസ് തങ്ങളെ, നിങ്ങളത് ചെയ്യല്ലേ, നിങ്ങൾ മുത്തുനബിയുടെ കുടുംബത്തിൽപ്പെട്ട അംഗമാണ്, നിങ്ങൾ എനിക്ക് ഖിദ്മത്ത് എടുക്കരുത്, നിങ്ങളത് ചെയ്യല്ലേ. അപ്പോ
ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാകദാ കാന യുഅല്ലിമുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ് നൽകി ആദരിക്കപ്പെട്ട ആളുകളാണോ ആലിമീങ്ങളെ ആദരിക്കണം എന്ന് ഉപ്പാപ്പ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ചുംബിച്ചിട്ട് പറഞ്ഞു, ഹാകദാ കാന യുഅല്ലിമുനാ റസൂലുള്ളാഹി, അഹ്ലു ബൈത്തിനെ അങ്ങേയറ്റം ആദരിക്കണമെന്ന് ഉപ്പാപ്പ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആലിമീങ്ങൾ ഇങ്ങോട്ടും അഹ്ലു ബൈത്ത് അങ്ങോട്ടും, അഹ്ലു ബൈത്ത് ഇങ്ങോട്ടും ആലിമീങ്ങൾ അങ്ങോട്ടും പരസ്പരം അറിഞ്ഞും ആദരിച്ചും ബഹുമാനിച്ചും പരിഗണിച്ചും പോകൽ ഈ ഉമ്മത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ ഉമ്മത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ആ രണ്ട് വിഭാഗം, നിങ്ങളിൽ ഞാൻ രണ്ട് കാര്യം ബാക്കി വെച്ച് പോകുന്നു എന്നത്, ഒന്ന് അഹ്ലു ബൈത്താണ്, ഒന്ന് ഏതാണ്? കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. കിതാബും സുന്നത്തും എന്ന് പറഞ്ഞാൽ അത് പഠിച്ച ആൾ വേണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അതാരാണ്? അപ്പോൾ ആലിമീങ്ങളും സയ്യിദന്മാരും അത് എപ്പോഴും പരസ്പരം നിൽക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ആദർശത്തിൽ നിൽക്കുന്ന ആലിമീങ്ങളും സയ്യിദന്മാരും. ഇവിടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നറിയില്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാണ്. ആലിമീങ്ങൾക്കിടയിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി. അള്ളാഹു തആല വെച്ച ഒരു ഹിക്മത്തായിരിക്കും. ഒരു മത്സരം ഉണ്ടാകുമ്പോഴാണ് ഒരു സംഗതി നടക്കല്, അല്ലേ? അതൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ രണ്ട് ടീമുണ്ടാവും. രണ്ട് ടീമില്ലാതെ കളി ഉണ്ടോ നിങ്ങൾ പാപ്പ? ഉണ്ടോ? രണ്ട് ടീമുണ്ടാവില്ല, അല്ലാതെ പിന്നെ എന്തൊരു കളിയാ? സ്വാഭാവികമായിട്ടും നിങ്ങളെ അല്ലേ, സെവൻസ് ആയാലും 11s ആയാലും എന്തുണ്ടാകും? രണ്ട് ടീമുണ്ടാകും. അപ്പുറത്തൊരു ടീം ഇപ്പുറത്തൊരു ടീം. ആ രണ്ട് ടീമും മത്സരം നടക്കുമ്പോൾ അതാണ് ഇല്ലേ. ഇനിയിപ്പോൾ അത് മസലയത്താക്കൽ എങ്ങനെ? 14 ആൾ ടീം കളിക്കുമ്പോൾ 14 പന്ത് വാങ്ങിക്കൊടുക്കുക, അതില്ല. അപ്പോൾ രണ്ട് കളി ടീം ഗ്രൗണ്ടിലുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് എല്ലാത്തിലും ഉണ്ടാകും. അപ്പുറത്തൊരു കച്ചവടം അപ്പുറത്തൊരു കച്ചവടം, മത്സരിച്ച് കച്ചവടം നടത്തും. അതിനേക്കാൾ ആദായം എവിടെ ഉണ്ടെന്ന് പറയും, ഇവനേക്കാൾ ആദായം എവിടെ ഉണ്ട് പറയും. അതൊരു പോലീസിൽ കേസാക്കേണ്ട കേസല്ല. അതൊക്കെ നല്ല സന്തോഷത്തിൽ നിന്ന് കൈകാര്യം ചെയ്യേണ്ട കേസാണ്. സന്തോഷത്തിൽ ആലിമീങ്ങൾ സയ്യിദന്മാർ ആദർശത്തിൽ ഒന്നിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന മത്സരങ്ങളൊക്കെ ഉണ്ടാകും. അതൊരു കേസിന് കുരുമാലിന് കണ്ടാൽ സലാം പറയാതിരിക്കാൻ, മിണ്ടാതിരിക്കാൻ, അടിപിടി കൂടാൻ, കല്യാണത്തിന് വിളിക്കാതിരിക്കാൻ, മരിച്ചോർത്ത് കൂടാതിരിക്കാൻ, അതിനൊന്നും ഉള്ളതല്ല. അതൊരു മത്സരം അല്ലാഹു തആല വെച്ചിട്ടുണ്ടാകും. അതെന്താണ്? അതൊരു ഗ്രൗണ്ടിലെ കളിയാണ്. കളി പണ്ടേ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ലോകത്തെ നെഹ്റുജിയുടെ കാലത്തും അതേപോലെ തന്നെ നമ്മുടെ ഈജിപ്തിൻ്റെ അബ്ദുൽ നാസറിൻ്റെ കാലത്തും ഒക്കെയാണ് ചേരിചേരാ പ്രസ്ഥാനങ്ങൾ വന്നു. ആ ചേരിചേരാ പ്രസ്ഥാനങ്ങളൊക്കെ കാലത്തെന്തായി? രാഷ്ട്രങ്ങൾ തമ്മിൽ വേഗത്തിൽ പുതിയ തലമുറയെ ഇണക്കി ചേർക്കുന്നതിനാണ് കളി കൊണ്ടുവന്നത്. കളി പാകിസ്ഥാൻ എവിടെ കളിക്കും? ബോംബെയിൽ കളിക്കും. ഇന്ത്യക്കാരെവിടെ പോയി കളിക്കും? കറാച്ചിയിൽ പോയി കളിക്കും. അത് രാഷ്ട്രങ്ങളും തമ്മിലൊക്കെ ഒരു സ്നേഹത്തിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കളി. സ്വാഭാവികമായിട്ടും ആ കളിയിൽ മത്സരങ്ങളുണ്ടാകും. അത് അടിപിടിക്കുള്ള മത്സരമല്ല, അത് കൊലപാതകത്തിനുള്ള മത്സരമല്ല, അത് കല്യാണം വിളിക്കാതിരിക്കാനുള്ള മത്സരമല്ല. പിന്നെ കല്യാണത്തിനും വിറകൂടലിനും കുടുംബത്തിനും ഒക്കെ കൂടാനും ചേരാനും ഒക്കെ ഉള്ള മത്സരമാണ്. അപ്പം നമ്മൾ ആലിമീങ്ങൾ അതുപോലെ തന്നെ അഹ്ലു ബൈത്ത്, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ നമ്മൾ കൂടിക്കലർന്ന് സന്തോഷിച്ചിട്ട്, ബീവിമാരോട് പറയാൻ ഞാൻ അർഹനല്ലെങ്കിലും പറയട്ടെ, ഒന്ന് രണ്ട് ആശയങ്ങൾ. നമ്മൾ ചർച്ചയാണല്ലോ അല്ലേ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ഉമ്മാൻ്റെ പേര് ഫാത്തിമ എന്നാണ്. പേരെന്താണ്? ഫാത്തിമ എന്നാണ്. പക്ഷെ അവർക്കുള്ള സ്ഥാനപ്പേരെന്താ? ഉമ്മുൽ ഖൈർ എന്നാണ്. ഉമ്മുൽ ഖൈർ, നന്മയുടെ കേന്ദ്രം. ഉമ്മുൽ ഖുറാൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മാതാവ് എന്നാണല്ലോ മക്കത്തേൻ്റെ പേര്. ഉമ്മുൽ ഖൈർ. എന്തേ ആ പേര് കിട്ടിയത്? ബീവിയെ കൊണ്ടാണ് ആ പരിസരത്തുള്ള മുഴുവൻ ആളുകളും, ഏത് പ്രശ്നമുണ്ടെങ്കിലും അവരൊക്കെ ബീവിൻ്റെ അടുത്താണ് വരുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ഉമ്മയെ കൊണ്ട് പരിസര രാജ്യക്കാർക്ക്, നാട്ടുകാർക്ക്, മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ജനിച്ച രാജ്യം ഇവിടെ ഇറാനിൻ്റെയും ഇറാഖിൻ്റെയും പരിസരമായി കിടക്കുന്ന തൊബരിസ്ഥാൻ പട്ടണത്തിൻ്റെ ഇങ്ങേ ഭാഗം ഇപ്പോഴത്തെ ഇറാഖ്, അങ്ങേ ഭാഗം ഇറാൻ. ആ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ജനിച്ച രാജ്യത്തിന് എന്താണ്? അത് നമ്മളെ കേരളം പോലത്തെ പ്രദേശമാണ്. മലകളും ചെടികളും കുന്നുകളും പുഴകളും മഴയും കൃഷിയും ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ. എത്രത്തോളം? മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ 2 ഉമ്മമാരുണ്ട്. ഒന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ഉമ്മ ബീബി ഉമ്മുൽ ഖൈർ,
രണ്ടാമത്തെ അവിടെ ഒരു ഉമ്മ ഉള്ളത് അതാ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ പെങ്ങള്. മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ പെങ്ങള് ബീബി ആയിഷ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ആ രണ്ട് ഉമ്മമാരാണ്. ആ രണ്ട് ഉമ്മമാരും നാട്ടുകാർക്ക് എല്ലാറ്റിനുമുള്ള സഹായികളാണ്. നാട്ടുകാരെ ദീനിയായ കാര്യം, നാട്ടുകാരെ സങ്കടം, നാട്ടുകാരെ രോഗം, നാട്ടുകാരെ പ്രയാസം, ഇങ്ങനെ ആൾക്കാർക്ക് പല വിഷയമുണ്ട്. കണ്ണേറ് തട്ടിയ വിഷയമുണ്ട്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മാനസിക പ്രയാസമുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ ആ അമ്മാരുടെ അടുത്ത് പോയാൽ എല്ലാ സമാധാനം. അപ്പോൾ സയ്യിദന്മാരുടെ അകത്തളങ്ങളിൽ താമസിക്കുന്ന ബീവിമാർ നിങ്ങളെ പരിസരത്തുള്ള എല്ലാ സഹോദരിമാർക്കും നിങ്ങളൊരു വലിയ സന്തോഷമായിരിക്കണം, നിങ്ങളൊരു വലിയ അനുഗ്രഹമായിരിക്കണം. ഞാൻ ബീവിൻ്റെ അടുത്ത് പോയിരുന്നു, അപ്പോൾ ബീവി ഒന്ന് ദ്വാർന്നു, ബീവി അത് സന്തോഷമാകുമെന്ന് പറഞ്ഞേക്കണേ. അത് പറയുന്ന അവസ്ഥ നിലനിർത്തണം നമ്മൾ. അതിൻ്റെ ഒരു വല്ലാത്ത സംഗതിയാണ്. അതാ അതിനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഒരിക്കൽ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിൻ്റെ നാട്ടിൽ മഴയില്ലാതെ വിഷമിച്ചപ്പോൾ നാട്ടിലെ ഉമ്മമാർ മുഴുവനും എവിടേക്കാണ് പോയത്? മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ വീട്ടിലേക്കാണ് വന്നത്. സഹോദരിമാർ മുഴുവനും ആ നാട്ടിൽ മഴയില്ലാതായ നമ്മൾ കേരളം പോലെയാണ്. കേരളത്തിൽ 2 കൊല്ലം മഴ കിട്ടാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? മഴയില്ലാതെ വിഷമിച്ചു. നാട്ടുകാരൊക്കെ ആ ഉമ്മമാരുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മമാരെ, നമ്മളെ കൃഷി ഉണങ്ങി, നമ്മളെ എല്ലാ കുണ്ടിലും കുഴിയിലുമൊക്കെ കിണറ്റിലും വെള്ളമില്ലാതായി. ഇപ്പോഴത്തെ ഒരു അവസ്ഥ പോകുന്നത് എവിടേക്കാണെന്നറിയോ? ഗർഭിണികൾ കഷ്ടപ്പെടാൻ പോവാണ്, അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ മരിക്കാൻ പോവാണ്, ചൂട് കഠിനമായതുകൊണ്ട് പക്ഷികൾ അതിൻ്റെ ചിറക് കരിഞ്ഞ് താഴെ വീഴാൻ പോവാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിലനിൽക്കുക. അതുകൊണ്ട് മഴ കിട്ടാഞ്ഞാൽ പറ്റൂലല്ലോ. ആ വീട്ടിൽ 2 ഉമ്മാരാണുള്ളത്. ഒന്ന് ബീവി ഉമ്മുൽ ഖൈർ, ഒന്ന് ആയിഷ. ഒന്ന് മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മ, മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ അമ്മായി എന്ന് പറഞ്ഞാൽ വാപ്പൻ്റെ പങ്കള്. അതിനാണ് ഞാൻ അമ്മായി എന്ന് പറഞ്ഞത്. അപ്പോൾ അവരെന്ത് ചെയ്തു? മൊഹീദ്ദീൻ ഷേഖ് ആ ഉമ്മമാരെന്താ ചെയ്തത്? അവർ നല്ല പോലെ വദൂ ചെയ്തു. വീടിൻ്റെ മുറ്റം നല്ല പോലെ അടിച്ച് വൃത്തിയാക്കി. നല്ല ശുദ്ധമായ മണ്ണ്, ശുദ്ധമായ ശരീരം, മനസ്സും ശരീരവും ശുദ്ധിയാക്കി, നിൽക്കുന്ന മണ്ണും ശുദ്ധിയാക്കിയിട്ട് അവിടെ നിന്നിട്ട് ആ ഉമ്മ ദുആ ചെയ്തു. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബാപ്പൻ്റെ പെങ്ങൾ അമ്മായി ദുആ ചെയ്തു. ഉമ്മയും നാട്ടുകാരും ആമീൻ പറഞ്ഞു. ആ ദുആ തീരുമ്പോഴേക്കും മഴക്കാർ ആളുകളൊക്കെ ഇങ്ങോട്ട് കഠിന വേനലിൽ വന്നിരിക്കുന്ന ആളുകൾ മഴ കൊണ്ടുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഞാനിത് പറഞ്ഞത് സാദാത്ത് ഉമ്മമാരെ, നിങ്ങളെ പരിസരങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെടുന്നവരിൽ അവർക്ക് നിങ്ങളൊരു അത്താണിയായിരിക്കണം. അത് സാദാത്തിലെ ബീവിമാർ നമ്മളൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ഒരു പ്രദേശത്ത് താമസിക്കുമ്പോൾ, ഞാനിപ്പോൾ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച കൂട്ടത്തിൽ നമ്മൾ ഈ വാഴക്കാടിനടുത്തൊരു സ്ഥലമുണ്ടല്ലോ, നമ്മളെ സയ്യിദന്മാർ മാത്രമാണ് അവിടെ കൂടുതൽ. കൊന്നാരി പോയി നോക്കിയാലേ നിങ്ങളെ അവിടെ സയ്യിദന്മാർ കൂടുതലും, സാധാരണക്കാർ ഒരു 10 വീടുള്ളൂ. ഞാനവിടെ വേദന പോയപ്പോൾ ചോദിക്കുന്നവരൊക്കെ സയ്യിദന്മാർ. അവിടെ സയ്യിദന്മാർ കൂടുതലും. മറ്റേത് മഹല്ലത്തിൽ പോയി നോക്കിയാലും ഒരു മഹല്ലത്തിൽ ഒരു 4 വീട്, ഒരു 2 വീട്, ഒരു 5 വീട്, അത്രയൊക്കെ സയ്യിദന്മാരുണ്ടാവുക. അല്ലെങ്കിൽ സയ്യിദിൻ്റെ ഒരു വീട്. അത് സയ്യിദന്മാരെ അല്ലാഹു തആല ഇങ്ങനെ പരത്തി വെച്ചതാണ്. എന്താണ്? കൗസറാണ്. ഇന്ന അഅ്തൈനാക്കൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെയാണ് അവിടെ കൗസർ കൊണ്ട് ഉദ്ദേശിച്ചത്. കൗസർ എന്നതിന് ഒട്ടേറെ തഫ്സീറുകളുണ്ട്. അതിൽ ഒരു പ്രബലമായ തഫ്സീറാണ് കൗസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ സൂറത്തിൻ്റെ ആദ്യവും അവസാനവും കൂടി നോക്കണം. അവസാനം അബ്തർ എന്നാണ്, കുടുംബം വേരറ്റു പോയ ആള്. അതിന് തുടക്കം കൗസർ. ആ കൗസർ എന്താണ്? ആ കൗസർ എന്ന് പറഞ്ഞാൽ സന്താന പരമ്പരയാണ്. അപ്പം നബി കുടുംബം, ആ സന്താന പരമ്പര ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കും. അതുകൊണ്ട് കേരളത്തിലെ സയ്യിദന്മാർ മുഴുവനും വന്നിട്ട് കോഴിക്കോട്ട് താമസിക്കുക അങ്ങനെയല്ല. പിന്നെ സയ്യിദന്മാർ എല്ലാ സ്ഥലത്തും. നമ്മളെ ഒരു പുത്തമ്പള്ളി ആ ഭാഗത്തൊരു പ്രതിസന്ധി, ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ കടന്നപ്പോൾ അവിടെ പഴയ വയസ്സായ ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം തീരുമാനിച്ചു, ഇനി നമ്മളെ നാട്ടിൽ ഒരു കച്ചറല്ലാതെ പോകണമെങ്കിൽ തങ്ങന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. സയ്യിദന്മാരെ കുടുംബത്തിൽ. അങ്ങനെയാണ് പുത്തമ്പള്ളി പരിസരത്ത് സയ്യിദന്മാർ വന്നത്. സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തെ അവിടെ താമസിപ്പിച്ചു. അപ്പോൾ ആ കുടുംബത്തെ ചുറ്റിപ്പറ്റി ആളുകൾ
ഇങ്ങനെ അൽഹംദുലില്ലാഹ് നൂറ്റാണ്ടിലെ പഴക്കമുള്ള കഥകളിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന അമാനു അഹ്ലുൽ അർള്, ഈ ഭൂമിയുടെ ഘടന അത് നിലനിന്ന് പോകാൻ ആവശ്യമായ അമാനത്ത് വെച്ചതാണ് അഹ്ലു ബൈത്തിനെ. അപ്പോൾ അഹ്ലു ബൈത്ത് എവിടെ വേണം? അഹ്ലു ബൈത്ത് മലപ്പുറത്ത് വേണം, കോഴിക്കോട് വേണം, വയനാട്ടിൽ വേണം, പാലക്കാട്ട് വേണം, തൃശ്ശൂരിൽ വേണം. നിങ്ങളൊക്കെ കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി ദൂരത്തേക്ക് അന്വേഷണം വന്നാൽ ദൂരെ ആയിപ്പോയി എന്ന് പറയണ്ട, ദൂരെ ആയിക്കോട്ടെ, അഹ്ലു ബൈത്ത് അവിടെയും വേണം. അവിടെ നിങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നോക്കിയാൽ ദൂരെ ആയിക്കോട്ടെ നോക്കണ്ട. നമ്മൾ നോക്കേണ്ടത് ഏതാണ്? അത് നിങ്ങൾ പരിഗണിക്കണ കബീല തന്നെയാണ്. ഇപ്പം നിങ്ങളെ സാദാത്ത് ആ സംഘടനയൊക്കെ വന്നതോടുകൂടെ ആകെ സയ്യിദന്മാരുടെ കബീല വളരെ കടഞ്ഞ് തെളിയിച്ചിട്ട് 24 കാരറ്റ് തങ്കമായത്, 24 കാരറ്റ് തങ്കമായത് ബാഫക്കെ സാദാത്യങ്ങൾ, ഷിഹാബുദ്ദീൻ സാദാത്യങ്ങൾ, ഹൈദറുസി സാദാത്യങ്ങൾ, ബുഖാരി സാദാത്യങ്ങളെ ആ പരമ്പരയെ ശരിക്കും കറക്റ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അൽഹംദുലില്ലാഹ്, എത്ര സന്തോഷമുണ്ട്. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മുസ്ലിം കേരളം എന്ന് പറയാം. നമുക്ക് മുസ്ലിം ലോകം നമുക്ക് പിന്നെ പറയാം. മുസ്ലിം കേരളം ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പയും, ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ പാപ്പയും, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങളും, ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി തങ്ങളും, നിങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കാണുമ്പോൾ മുസ്ലിം കേരളത്തിൻ്റെ ഈമാനിക മനസ്സ് എത്ര പ്രകാശിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാതെ പോകരുത്. ഈ രാജ്യത്ത് ഈമാനുള്ള ഓരോ ഉമ്മയും, ഓരോ വാപ്പയും, ഓരോ ചെറുപ്പക്കാരനും, ഓരോ കുട്ടിയും അവരെ ഈമാൻ പ്രകാശിക്കുന്നുണ്ട്. ആ ഇരുത്തം കാണുമ്പോൾ ആരും അതിൽ പ്രകാശിക്കുന്നുണ്ട്. അതിൻ്റെ വില എത്ര വലുത് കൊടുത്താലും നമ്മൾ നിലനിർത്തണം. കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യാസമുണ്ടാകും, അത് സ്വാഭാവികമാണ്. കച്ചവടത്തിൽ ഒരാൾക്ക് തുണി കച്ചവടം ഉണ്ടാകും, മറ്റേ സിമെൻറ്റും കച്ചവടം ഉണ്ടാകും, സ്വാഭാവികമല്ലേ അല്ലേ? ഒരാൾക്ക് പിന്നെ വിദേശ യാത്ര ആയിരിക്കും, ഒരാൾ നാട്ടിൽ നിന്ന് എവിടേക്കും പോകാതിരിക്കും, സ്വാഭാവികമാണ്. ഒരാൾ അങ്ങനെ തിരഞ്ഞെടുപ്പിലൊക്കെ വ്യത്യാസമുണ്ടാകും. അതിനെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും ആ വക കാര്യങ്ങൾ നോക്കാൻ നമ്മളെ കൈകളിലേക്ക് നോക്കുകയാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ 5 വിരലുമുണ്ട്, 5 ഒരു ഗ്രൂപ്പല്ലല്ലോ. ഒക്കെ കണ്ടങ്ങൾ വ്യത്യസ്തമാണ്. സ്വഭാവത്തിൽ, വലിപ്പത്തിൽ, ലോഭത്തിൽ, സ്വാധീനത്തിൽ, കഴിവിലും ഒക്കെ വ്യത്യാസമാണ് അല്ലേ? ഒക്കെ വ്യത്യാസമാണ്. പക്ഷേ നമുക്കൊരു പൊതു പ്രശ്നം വന്നു. എന്താ പൊതു പ്രശ്നം? വിശപ്പാണ്. വിശപ്പ് എന്ന് പറഞ്ഞത് മൂർധാവ് മുതൽ കാല് വരെ വിശപ്പ് തന്നെയാണ് അല്ലേ? വിശന്നാൽ ഒക്കെ തളർന്നു, കണ്ണ് നല്ലോണം പോവില്ല, ചിരിച്ചാൽ നല്ലോണം ചിരിയാവില്ല. അപ്പോൾ വിശപ്പാണ് നമ്മളൊരു പൊതു പ്രശ്നം. ആ പൊതു പ്രശ്നത്തിൻ്റെ വിഷയം വന്നപ്പോൾ അൽഹംദുലില്ലാഹ് തങ്ങളപ്പ ചോറുണ്ടോ അവിടെ? ബിരിയാണിയാണ്. അഹ്ലു ബൈത്ത് ആയതുകൊണ്ട് മറ്റേ നമ്മളെ മീൻ ബിരിയാണി ആയിരിക്കും. അള്ളാഹു ഖൈറ് തരട്ടെ, ഇരിക്കട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് ഇവർ 5 ആളുടെയും കൂട്ടായ്മ കാണേണ്ടത്. ഈ 5 ആളെയും നിങ്ങൾ നോക്കി അല്ലേ? അള്ളാഹു റബ്ബി, ഞാൻ പറയാം, ഇതൊരു കുടുംബമായി സങ്കല്പിച്ചാൽ ഇത് വാപ്പയാണ് അല്ലേ? ഇത് വാപ്പയാണ്. വാപ്പ കണ്ടാൽ തന്നെ അങ്ങനെയാണല്ലോ. വാപ്പ ഒരു മട്ടത്തിലേക്ക് കുട്ടികളടിയിൽ എപ്പോഴും കളിച്ചും കൊണ്ടിരിക്കുന്ന ആളല്ലല്ലോ വാപ്പ നിൽക്കണത് തന്നെ കുറച്ചൊരു ഗൗരവത്തിൽ തന്നെയാണ് അല്ലേ? നിൽക്കുന്നതിൻ്റെ ഗൗരവത്തിൽ തന്നെയാണ് വാപ്പ. ഇത് ഗൗരവം നമുക്ക് തോന്നുകയാണ്, അതൊരു ആവശ്യമാണ്. പക്ഷേ വാപ്പാൻ്റെ അടുത്തേക്ക് മക്കൾക്കൊക്കെ വരണമെങ്കിൽ എപ്പോഴും വേണമെങ്കിൽ വരാം, വേണ്ട, എപ്പോഴും വരാം. ഇനി അത്യാവശ്യമുള്ള സമയത്ത് വാപ്പാനെ മക്കൾ അങ്ങോട്ട് വിളിച്ചോളി, അങ്ങോട്ടും വരാം, വേണ്ട അല്ലേ? വാപ്പാൻ്റെ അടുത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് വരാം, അങ്ങോട്ടും പോകാം. വാപ്പയാണ്. ഇതാരാ? ഇത് നമുക്ക് ഉമ്മാനായിട്ട് കാണാം അല്ലേ? ഉമ്മയാണ്. ഇതാരാ? 3 മക്കളാണ്. ഈ മോനെ കണ്ടാൽ തന്നെ അൽഹംദുലില്ലാഹ്, ഒരു മോനെ കൊണ്ട് ഒരു രക്ഷപ്പെട്ടു. ഇതാരാണ്? ഇത് മോളാണ് അല്ലേ? ഇതുണ്ടെങ്കിൽ ഇത് മോളാണ്. ഈ വിരലിന് എന്താ പേര് പറയാ സാധാരണ? നമ്മൾ മോതിര വിരൽ എന്ന് വെറുതെ പറഞ്ഞതാണ് തങ്ങളെ. ഇതിന് വാച്ച് കയ്യ് എന്ന് ആരെങ്കിലും പറയലുണ്ടോ? ഇതിന് വാച്ച് കയ്യ് എന്ന് പറയല്ലോ. ഇത് മോതിരല്ല, ഇത് ഞങ്ങളെ നാട്ടിലൊക്കെ അമ്മായി വിരൽ എന്നാണ് പറയാം. അതിനാണ് ഇതുകൊണ്ട് മോതിരം ഇട്ട് കൊടുത്ത് അമ്മായിക്കുള്ളൊരു ആഭരണം കൊടുക്കാൻ. അതെന്താ കാരണം? ഇത് പെണ്ണാണ്. ഈ വിരലെന്താണ്? പെങ്ങളാണ്. പെങ്ങൾക്ക് എപ്പോഴും ഒന്നിരിക്കൽ ആങ്ങളെ കൂടെ നിൽക്കണം, അതല്ലെങ്കിൽ ഭർത്താവ് കൂടെ നിൽക്കണം അല്ലേ? അല്ലാതെ ഒറ്റക്ക് ഓളെ കൊണ്ട് കഴിയൂല. എത്ര സ്ത്രീ സ്വാതന്ത്ര്യം അനുവദിച്ചാലും, എന്തൊക്കെ ആനുകൂല്യം പാർലമെൻറ്റ് പാസ്സാക്കിയാലും, കോടതി എന്തൊക്കെ പറഞ്ഞാലും ഓളെ കഴിവിനനുസരിച്ചേ കഴിയുള്ളൂ അല്ലേ? ഒരു പെണ്ണിൻ്റേതായ കഴിവനുസരിച്ചേ കഴിയുള്ളൂ. അതെങ്ങനെയാണ് കഴിവനുസരിക്കൽ? ഒന്നിരിക്കൽ ആങ്ങളെ കൂടെ ഉണ്ടാകുക, അതല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാകുക. അപ്പോഴാണ് ഒരു പെണ്ണിൻ്റെ ധൈര്യം. അതാണ് ജീവിതത്തിൻ്റെ ഒരു രീതി. അപ്പോൾ ഇവർ 5 ആളും കൂടി
അഞ്ചാളും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുക, അതാണ് കഴിവ്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കണ്ടങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളിപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ഒരുങ്ങാൻ സമയമായി അല്ലേ? എത്ര മിനിറ്റ് വേണം നമുക്കിപ്പോൾ ആ പ്ലേറ്റിൽ ഭക്ഷണം തീരണമെങ്കിൽ? എന്ത് മിനിറ്റ് അല്ലേ? ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പരിചയമാണ്. നമ്മളെ ശരീരത്തിൻ്റെ ഒട്ടാകുള്ള പ്രശ്നം പരിഹരിക്കാൻ 3 മിനിറ്റ് പോരെ തങ്ങളെ അല്ലേ? 3 മിനിറ്റ് കൊണ്ട് നമ്മളെ ശരീരത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു. എന്തുകൊണ്ട്? ഒരുമിച്ച് നിന്നതുകൊണ്ടാണ്. യദുല്ലാഹി അലൽ ജമാഅ, സംഘബലത്തിനാണ് ശക്തി എന്ന് മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് ഞാൻ അതിനൊന്നുമില്ല, അതിനും വിമർശനം, ഇതിനും വിമർശനം, മറ്റേനും വിമർശനം, എല്ലാത്തിനും വിമർശനം മാത്രം. എന്തെങ്കിലും സാധിക്കുമല്ലോ, ഒന്നിനോട് സാധിക്കും. പിന്നെ അപ്പം എന്താ വരുന്നത്? ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു, ഭക്ഷണം ഇവിടെ റെഡിയാണ്, പാത്രം റെഡിയാണ്, ഒക്കെ റെഡിയാണ്, നമുക്ക് വിശപ്പുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആദ്യം തന്നെ ഒരു സ്വാധീനമുള്ള ആളാണ് ഇയാൾ അല്ലേ? ഈ 5 ആളെ കൊടുത്തൊരു സ്വാധീനമുള്ള ആളാണ് ഇയാൾ അല്ലേ? എല്ലാത്തിനും നിൽക്കലും മൂപ്പരാളും. അനക്ക് ഞാൻ കാണിച്ചു തരാനായിട്ട് ഇങ്ങനെയൊക്കെ അല്ലല്ലോ നമ്മൾ, പിന്നെ അല്ലേ നിന്നെ ഞാൻ കാണാന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ടല്ലല്ലോ, പിന്നെന്താ? എല്ലാത്തിനും ഈ സ്വാധീനമുള്ള മൂപ്പരെന്നെ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ വിരൽ പറഞ്ഞു ഞാൻ കൂടൂല. ഇയാൾ കൂടാത്തപ്പോൾ ആകെ കുഴപ്പമായി ഇല്ലേ? ഒരാൾ ഇയാൾ സഹകരിക്കണില്ല എന്ന് പറഞ്ഞാൽ ഇനി ഒന്ന് കുഴച്ച് നോക്കാണ്, നിങ്ങൾ ഒന്ന് കുഴച്ച് നോക്കാണ്, നടക്കുമോ? അപ്പോൾ വേറെ 2 ആൾ മധ്യസ്ഥനിറങ്ങി എല്ലാം കൂടി ശരിയായി പറഞ്ഞ് തീരുമാനിച്ച് അങ്ങനെയല്ല ഇങ്ങനെ കുറച്ചുള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് മൂപ്പരെ മാലിഷാക്കി പുതിയാപ്പള്ളം നന്നാക്കി കൊണ്ടുവന്ന്. അങ്ങനെ ഇയാൾ വന്ന് ഇരിക്കുന്നതോടുകൂടെ ഇയാൾ എണീറ്റ് ഓനുണ്ടെങ്കിൽ ഞാനില്ലാന്നോ, ഇനി എങ്ങനെ ഇനി ഒന്ന് കുഴച്ചോക്കാണ് ചോറ്. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നത്. ഇമാം സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ് ലോകത്തെ അത് പഠിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ് മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. ഈ വസ്ല് ഖത്അ നമ്മുടെ ഉസ്താദുമാരുണ്ട്, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര വിവരമുള്ളവരുണ്ട്. ഭാഷാപരമായിട്ട് നമ്മൾ പറയുമ്പോൾ വസ്ല് ചേർത്ത് നിൽക്കുക, ഖത്അ മുറിക്കുക. ഈ ചേർക്കലും മുറിക്കലും പറയുന്നിടത്ത് കുടുംബ ബന്ധമാണ് ഇവിടെ. അർറഹം കുടുംബം. ആ കുടുംബം എന്ന് പറയുന്നതിൻ്റെ ബന്ധങ്ങൾ സുബന്ധങ്ങളായി നിലനിൽക്കണം, അതൊക്കെ നല്ല ബന്ധങ്ങളായി നിൽക്കണം. അവിടെ വസ്ല് എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തലാണ്. ഒരു ചൂടി അത് പല നൂല് കൊടുത്തിട്ട് പിരിച്ച് അങ്ങനെയാണ് എന്തായത്? വലിയൊരു ആലാത്തിൻ്റെ കയറായത് അല്ലേ? അതിൻ്റെ ഓരോ നാരും ചേർന്ന് നിൽക്കുമ്പോഴാണ് വസ്ല്. ഒരു എതള് പൊട്ടിയാൽ മതി, അത് ഖത്അാണ്. അപ്പം നമുക്ക് തോന്നും ഇത്രയും വലിയ കയറുമെന്ന് ചെറിയൊരു എതള് പൊട്ടിയാൽ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ അല്ലേ എന്ന് ഞാൻ കാണിച്ചു തരാം. കയറായതുകൊണ്ടാണ് കുഴപ്പമില്ലാത്തത്. നമ്മളെ ശരീരത്തേക്ക് വരിക, നമ്മളെല്ലാവരും ഒറ്റ ശരീരം. ഈ ശരീരത്തിൽ നമ്മുടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ നടക്കണുണ്ടോ ഇല്ലേ? ഉണ്ട്. ഹാർട്ടിലേക്ക് എല്ലാ ഞരമ്പുകളും ഇങ്ങനെ കേന്ദ്രീകരിക്കുകയാണ്. അവിടെ നിന്ന് രക്തം ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും ഇല്ലേ? ഇതാണ് വസ്ല്. ഒരു ഞരമ്പാണ് പൊട്ടിയാലോ? ഒരു നൂല് പൊട്ടുമ്പോഴത്തേന് ഇപ്പം നിങ്ങൾ ആലോചിച്ചല്ലോ, ഒരു ഞരമ്പാണ് പൊട്ടി. ഇപ്പം എങ്ങനെയുണ്ട്? തലച്ചോറിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഞരമ്പാണ് പൊട്ടി, ഹാർട്ടിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഞരമ്പ് പൊട്ടി. എന്താ സ്ഥിതി? ഇത് തന്നെയാണ് നമ്മൾ കുടുംബ ബന്ധത്തിൽ പറയേണ്ടത്. കുടുംബത്തെ ചേർത്ത് നിർത്തുക, ഒന്നും ഇതിൽ നിന്ന് പുറത്തു പോകാതെ. കുടുംബത്തെ മുറിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വിരലിലേക്കുള്ള രക്തസഞ്ചാരം നിന്നു. അള്ളാഹു കാക്കട്ടെ. നമ്മൾ ഒരു വിരലിലേക്കുള്ള രക്തസഞ്ചാരം നിന്നു. കുറച്ച് കഴിയുമ്പോഴത്തേൻ്റെ കളറ് മാറൂലേ? മാറും. ഇനി അതിൻ്റെ ഉപയോഗത്തിൽ വ്യത്യാസം വരൂലേ? അല്ലേ? അതാ ഒരു ചെറു വിരലിലേക്ക് പോകുന്ന രക്തത്തിൻ്റെ സഞ്ചാരം അവസാനിച്ചാൽ എന്താണ് അവസ്ഥ? ഇതേപോലെ കാണണം രക്തബന്ധത്തിലെ കുടുംബം, വിവാഹബന്ധത്തിലെ കുടുംബം. ഈ കുടുംബങ്ങളൊക്കെ ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിലേക്ക് ഒരേപോലെ ബ്ലഡ് സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഞരമ്പ് പൊട്ടിയാൽ എന്താണ് അവസ്ഥ? ഇതേപോലെ കാണണം വസ്ല് ഖത്അ. മൻ വസലനി വസലഹുല്ലാഹ്. ഞാൻ കുടുംബമാണ്. എന്നെ ആരാണോ ചേർത്തത് അവൻ അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കും.
മൻ ഖതഅനി ഖതഅഹുല്ലാ, എന്നെ ആരാണോ മുറിച്ചത്, എന്നെ ആരാണോ പൊട്ടിച്ചത്, അവൻ അള്ളാഹുവിൽ നിന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അഹ്ലു ബൈത്ത് കുടുംബം എന്ന് പറയുന്നത് അതിങ്ങനെ നല്ല പോലെ ചേർന്ന് സന്തോഷത്തിൽ. എത്ര സാദാത്യങ്ങളെ പരമ്പരയുണ്ട് നമ്മുടെ കേരളത്തിൽ അല്ലേ? ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ബുഖാരി തങ്ങളാണ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്നിരിക്കുന്ന സയ്യിദ് എന്ന്. സയ്യിദന്മാരെ പരമ്പര ഇപ്പം ഞാനിവിടെ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. എന്നേക്കാൾ അത് അറിയുന്നവരും എഴുതി രേഖപ്പെടുത്തി വെച്ചവരുമായ ആളുകളാണ് സാദാത്യങ്ങളൊക്കെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഇവിടെ ഇപ്പം നമ്മളെ കേരളത്തിൽ കാണുന്ന ഏകദേശം രേഖ പൂർണ്ണമായി നിൽക്കുന്നത് തന്നെ 30 സാദാത്ത് പരമ്പര, 40ഓളം സാദാത്ത് പരമ്പരകളെ പൊതുവെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഒരു 30 പരമ്പരയുടെ രേഖ ശരിയായി നമുക്ക് കിട്ടുന്നതാണ്. നേരത്തെ കേരളത്തിൽ സാദാത്തിനെ പറ്റിയുള്ള ഒരു ഗ്രന്ഥരചന ശരിക്കും നടന്നിട്ടില്ല, പ്രത്യേകിച്ച് മലയാളത്തിൽ. അപ്പോഴാണ് നമ്മുടെ ഒരു റഹ്മത്തുള്ള മുസ്ലിയാർ, റഹ്മത്തുള്ള സക്കാഫി, അദ്ദേഹമാണ് വളരെ സവിസ്തരം അഹ്ലു ബൈത്തിനെ പറ്റിയിട്ട് നല്ലൊരു ഗ്രന്ഥം രചിച്ചത്. നമ്മുടെ മലപ്പുറം OPM മുത്തുക്കോയ തങ്ങൾ പിന്നെ ആ ഗ്രന്ഥത്തിന് ഒരു ആമുഖം എഴുതിയിട്ടുണ്ട്. OPM മുത്തുക്കോയ തങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ആലിമായ വലിയ മഹാനുമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ അതിനൊരു അവതാരിക എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആമുഖത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സാദാത്തിനെ പറ്റിയുള്ള ശരിയായ ചരിത്രം അതിൽ നോക്കിയാൽ നമുക്ക് ബാഫക്കി സാദാത്യങ്ങൾ ഏത് കാലത്ത് ഇവിടെ വന്നു, ആരൊക്കെയാണ് ബാഫക്കി സാദാത്യങ്ങളുടെ പിതാവ്, അവരെ താഴെ അത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നവറല്ലാഹു മർക്കദ മഹാനവർകൾ. സുബ്ഹാനല്ലാഹ്, ബാഫക്കി തങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു കാലത്ത് ഒരുപാട് അത്ഭുതങ്ങൾ രചിച്ച കൂട്ടത്തിലുള്ളൊരു വലിയ അത്ഭുതമാണ്. അന്ന് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ഹജ്ജിന് പോണ കാലത്ത് ഇന്ത്യൻ പൈസൻ്റെ മൂല്യം കൂടുതലും സൗദിൻ്റെ പൈസ കുറവുമാണ് അക്കാലത്ത്. ഇപ്പോൾ സൗദിൻ്റെ ഒരു റിയാലിന് നമ്മളവിടെ എത്ര കിട്ടും? വളഞ്ഞ വൈക്ക് വരികയാണെന്ന് വെച്ചാൽ 23 കിട്ടും, നേരായ വൈക്ക് വരികയാണെന്ന് വെച്ചാൽ ഒരു 21 കിട്ടും അല്ലേ? അന്ന് നേരെ തിരിച്ചാണ്. നമ്മളെ ഇന്ത്യൻ പൈസയും സൗദി പൈസയും നോക്കിയാൽ സൗദിൻ്റെ പൈസ താഴെയും നമ്മളെ പൈസ മേലെയാണ്. നമ്മളെ 1 ഉറുപ്പ്യക്ക് സൗദിൻ്റെ 5 കിട്ടിയ കാലം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ 1 ഉറുപ്പ്യക്ക് സൗദിൻ്റെ 2 കിട്ടിയ കാലം ഒരുപാട് നീണ്ടു നിന്നിട്ടുണ്ട്. അതാണ് അക്കാലം. അപ്പോൾ അന്ന് ബാഫക്കി തങ്ങൾ പാപ്പ ആദ്യമായിട്ട് ഹജ്ജിന് പോണ കാലത്ത് മക്കത്ത് സാധുക്കൾ ഒരുമിച്ച് കൂടും, അറബികൾ. ബാഫക്കി തങ്ങൾ ഹജ്ജിന് വരുന്നത് കാത്തിട്ട്. എന്തിന്? ബാഫക്കി തങ്ങൾ അക്കാലത്തെ ഹജ്ജിന് പോകുമ്പോൾ കേരളത്തിലെ കർഷക പ്രമുഖരായ ആളുകൾ, കേരളത്തിലെ വലിയ വലിയ ആളുകൾ, അവരൊക്കെ മക്കത്തെ അറബികൾക്ക് കൊടുക്കാനുള്ള ഹദിയ ബാഫക്കി തങ്ങളെ കയ്യിൽ കൊടുക്കും. ഇപ്പോഴത്തെ വികസന സമയത്ത് വന്ന പള്ളിയുണ്ടല്ലോ ബാബുൽ ഉംറൻ്റെ ഭാഗം, ഇപ്പോഴത്തെ പുതിയ തൊട്ട് മുമ്പത്തെ രാജാവിൻ്റെ കാലത്ത് എന്തായി വികസിപ്പിച്ചു, അബ്ദുള്ളയുടെ കാലത്ത് വികസിപ്പിച്ചു. ഫഹദ് രാജാവിൻ്റെ വികസനത്തിന് ശേഷം അബ്ദുള്ള രാജാവ് വികസിപ്പിച്ച പുതിയ പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ ഭാഗമൊക്കെ ജബൽ ഹിന്ദാണ്. അവിടെ ബാബുൽ ഉംറൻ്റെ ഭാഗം, അവിടെയാണ് മക്ക ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നത്. ബാഫക്കി തങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് നടന്ന കെയ്റുബാത്തിൻ്റെ ഒക്കെ ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ബാഫക്കി തങ്ങളെ കയ്യിൽ മക്കത്ത് കൊടുക്കാനുള്ള ഹദിയയുടെ പൈസ ഏൽപ്പിക്കും. ബാഫക്കി തങ്ങൾ എത്രയോ അറബികൾ അവിടെ വന്നിട്ട് താമസിക്കും. മക്കത്ത് ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കഅബ ഷരീഫിലോ അല്ലെങ്കിൽ മദീന മുനവറയിലോ ഒക്കെ നമ്മൾ പോയിട്ട് തിങ്കളാഴ്ച നോമ്പ് കൊടുത്തിട്ട് മദീനത്തിൽ ഇരുന്നാൽ അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണും? പറ്റ പ്രായമായി അങ്ങേയറ്റം പ്രായമായിരിക്കുന്ന മദീനക്കാരനായ അറബി വരും. ആ അറബിയോട് നമ്മളിപ്പോൾ ഈ തലീക്കെട്ടൊക്കെ ഇങ്ങനെ കണ്ടാൽ ഓർക്ക് മനസ്സിലാവും ഇതൊരു മലയാളിയാണ്, മലബാരിയാണ്. അപ്പോൾ അവരാ നോമ്പുറക്കണ സുപ്രണ്ടല്ലോ, ആ നോമ്പുറക്കണ സുപ്രയിൽ ധൈര്യമായിട്ട് പോയിരിക്കുക. ഇനി പിന്നെ വിളിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കേരളത്തിൻ്റെ ദുരഭിമാനമൊന്നും അവിടെ ആവശ്യമില്ല. അവിടെ പോയിട്ട് ഇരുന്നാൽ അപ്പോൾ അവർ അസ്സലാമു അലൈക്കും ഒന്ന് സലാം ചൊല്ലി പരിചയപ്പെട്ടാൽ എവിടെയാണ്? മലബാർ. മലബാറിൽ നേരത്തെ ഒരു സയ്യിദ് ഉണ്ടായിരുന്നു, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി, നീ അറിയോ എന്നവർ ചോദിക്കും. അപ്പം അറബി എന്നോട് കഥ പറഞ്ഞു. നിന്റെ നാട്ടുകാരനായ ബാഫക്കി തങ്ങൾ ഇവിടെ വരുന്ന കാലത്ത് മക്കത്തും മദീനൊക്കെ ബാഫക്കി തങ്ങളെ കാത്തു നിൽക്കും പഴയ അറബികൾ. എന്തിന്? സാധുക്കളാണ് അന്ന് അറബികൾ. സൗദിയുടെ മണ്ണിൽ പെട്രോൾ കണ്ടെത്തിയിട്ടില്ല അന്ന്. സൗദിയുടെ മരുഭൂമിയിൽ അന്ന് ഏത് കൃഷിയില്ല, ഒരു കൃഷിയിടങ്ങളുമില്ല. ഉണങ്ങിയ മരുഭൂമി, ആട് മേയ്ക്കുക, പിന്നെ ഒട്ടകത്തെ മേയ്ക്കുക.
ആ ആടിനെയും ഒട്ടകത്തെയും ഒക്കെ കറന്നിട്ട് കിട്ടുന്ന പാല്, പിന്നെ അവർക്കുള്ള പ്രധാനപ്പെട്ടത് ഏതാണ്? പിന്നെ കടലിൽ നിന്ന് മീൻ പിടിക്കുക. അതാണല്ലോ അറബികൾക്ക് സമ്മാനം കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പോഴും ഇവിടെ വരുമ്പോൾ നമ്മൾ ഏത് സമ്മാനം കൊടുക്കും? ഒരു തോണിയോ കപ്പലോ ഒക്കെ ഉണ്ടാക്കിയിട്ട് സമ്മാനം കൊടുക്കും. ഒരു പഴമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മക്കിപ്പോൾ ഒരാൾക്ക് തോണി സമ്മാനം കൊടുത്താൽ പൂസലാനാക്കി എന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അതിന് വ്യാഖ്യാനം ദുർവ്യാഖ്യാനം ചെയ്യും. അതേ സമയത്ത് ആ മീൻ പിടിച്ചിട്ട് അത് ചുട്ടു തിന്ന, ഒട്ടകത്തെ കറന്നിട്ട് അതിൻ്റെ പാല് കുടിക്കുക, ഇതേ അവർക്കുള്ളൂ. അത് വേൾഡ് മാർക്കറ്റിലേക്ക് എവിടെ അയക്കില്ല. പിന്നെ കച്ചവട സംഘങ്ങൾ, അറബി കച്ചവട സംഘങ്ങൾ ലോകത്ത് വ്യാപിച്ചത് എന്തുകൊണ്ടാണ്? അവർക്ക് പ്രോഡക്റ്റുകളില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അറബി പ്രോഡക്റ്റുകൾ കുറവാണല്ലോ. പുറം രാജ്യത്ത് നിന്ന് വരുന്ന സാധനങ്ങളാണ് എവിടെ വരുന്നത്? GCCയുടെ 6 രാജ്യങ്ങളിലും നിങ്ങൾ സന്ദർശിച്ചു നോക്കൂ, പോയവരെത്രയോ ഉണ്ടല്ലോ. ദുബായ് വേൾഡ് മാർക്കറ്റ് നമ്മൾ പോയി നോക്കിയാൽ ഒക്കെ എന്താണ്? സാധനങ്ങളൊക്കെ പുറം രാജ്യത്തിൻ്റെത്. അതേ സമയത്ത് അവർക്ക് പ്രോഡക്റ്റുകളില്ല. ഇവിടെയാണ് നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ ബാഫയ്ക്ക് തങ്ങൾ അക്കാലത്ത് ചെല്ലുമ്പോൾ തങ്ങളെ കാത്തു നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ എത്ര ഹജ്ജ് ചെയ്തു? 22 അല്ലേ? വലിയപ്പോൾ 22ാമത്തെ ഹജ്ജ് കഴിഞ്ഞിട്ട് 22ാമത്തെ ഹജ്ജും കഴിഞ്ഞ് വല്യമ്മാൻ്റെ അടുത്ത് ഉറങ്ങാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ആളാണ് ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങൾ അവർകൾ. ഞാനൊരു പ്രാവശ്യം ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ, മലേഷ്യൻ തങ്ങൾ എന്നാണ് ബഹുമാനപ്പെട്ടവരെ അറിയപ്പെട്ടത്. മൂപ്പരുടെ ഒരു പ്രസംഗത്തിന് വേണ്ടി പോയപ്പോൾ ഞാൻ ബാഫയ്ക്ക് തങ്ങളെക്കുറിച്ച് കുറച്ച് ചരിത്രം പറഞ്ഞു പഠിച്ചത് എനിക്കറിയുന്നത്. ഞാനിങ്ങനെ ഇപ്പം എൻ്റെ കണ്ണിലിങ്ങനെ കാണുകയാണ്. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ മലേഷ്യൻ തങ്ങൾ, ഞാൻ ബാഫയ്ക്ക് തങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ട് ബഹുമാനപ്പെട്ടവർ കുറേ സമയം കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഉപ്പാനെ പറ്റി പറയും. പിന്നെ ഞാൻ എവിടെ പ്രസംഗിക്കുമ്പോഴും മൂപ്പരുണ്ടെങ്കിൽ പറയും, ഉപ്പാപ്പാനെ പറ്റി ഒന്ന് പറയണോട്ടോ എന്ന് പറയും. നമ്മൾ നമ്മുടെ പൂർവികരെ പറ്റിയിട്ട് അറിയണം. നമ്മുടെ പൂർവികർ ചെയ്തിരിക്കുന്ന ചരിത്രങ്ങളെ പറ്റി അറിയണം. എത്രയോ കാര്യങ്ങൾ നമ്മുടെ ഉമ്മത്തിന് അറിയാതെ പോകാൻ. ബാഫയ്ക്ക് സാദാത്തിങ്ങളെ ബീവിമാർ, അതേപോലെ തന്നെ സാദാത്ത് കുടുംബത്തിലെ ബീവിമാർ, നിങ്ങളൊക്കെ ചരിത്രം കുറച്ച് വല്യന്മാരെ പറ്റി വല്യപ്പാരെ പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ തീർച്ചയായും ആലിമീങ്ങളും സയ്യിദന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ പറയാനല്ല, അത്ഭുതങ്ങൾ വായിക്കാനല്ല, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു കൂട്ടായ്മയായി ഈ സാദാത്ത് കൂട്ടായ്മ മാറിയാൽ ഇതിൻ്റെയൊക്കെ വളരെ വലിയ ഒരുപാട് കാലത്തേക്കുള്ള ഒരു ഊർജമാണ് നമുക്കിതുകൊണ്ടൊക്കെ സമ്പാദിക്കാൻ വേണ്ടി സാധിക്കുന്നത്.